ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിലബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത കേട്ടറ്റ് അതുപോലെ സെറ്റ് നെറ്റ് പരീക്ഷകളുടെ ഒരു തുടക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3യിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എനിക്ക് പ്രധാനം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളാണ്. ഇതിൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ കേട്ടറ്റിൽ വന്ന കുറെ ചോദ്യങ്ങൾ അതിൽ കാണാൻ പറ്റും. കാരണം അവർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. സെറ്റുകാർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്തായാലും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനിയുള്ള ദിവസങ്ങളിൽ പതിയെ പതിയെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. ഹു ഈസ് ജനറലി കോൾഡ് ദ ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ആലോചിക്കണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. മാത്യു അർണോൾഡ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, അയ്യർ റിച്ചാർഡ്സ് ആണോ, വില്യം എംസൺ ആണോ എന്നാണ് നമ്മളുടെ ചോദ്യം. ആരാണ് ഇതിന്റെ ഉത്തരം എന്ന് നോക്കാം. മാത്യു അർണോൾഡിനെയാണ് നമ്മൾ ദ ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പ്രധാനമായി എഴുതിയ ബുക്കാണ് ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസന്റ് ടൈം എന്ന് പറയുന്ന 1864 ബുക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ലിറ്റററി ക്രിട്ടിക് ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു കാര്യമാണ് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ടച്ച് സ്റ്റോൺ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരകല്ല് ഉരച്ചു നോക്കി നോക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അത് മാറ്റാൻ പറ്റും. എനിവേ, ഉത്തരം ഇതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ദ ട്രൂ ആൻഡ് റൈറ്റ് മീനിങ് ഓഫ് ദ വേർഡ്സ് classic and classical is the classic of very best poetry. Who says? കുറച്ച് ഡയറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമെങ്കിലും അധികം കാണാത്ത ഒരു ചോദ്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദ ട്രൂ ആൻഡ് റൈറ്റ് മീനിങ് ഓഫ് ദ വേർഡ്സ് ക്ലാസിക് ആൻഡ് ക്ലാസിക്കൽ ഈസ് ദ ക്ലാസ് ഓഫ് എ വെരി ബെസ്റ്റ് പോയിട്രി. അതായത് നമ്മൾ തരംതിരിക്കാറുണ്ട്, ക്ലാസിക് എന്നും ക്ലാസിക്കൽ എന്നുള്ള രീതിയിൽ രണ്ടിലേക്ക് നമ്മൾ തരംതിരിക്കാറുണ്ട്. നമ്മൾ എന്ന് ഉപയോഗിച്ചു വരുന്നതാണ്. ഇറ്റ്സ് എ ക്ലാസിക് എന്ന് വിളിക്കാറുണ്ട്, ഇറ്റ്സ് ക്ലാസിക്കൽ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിലൂടെയാണ് ഈ ബെസ്റ്റ് പോയട്രി വരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ഷെല്ലിയാണോ, കീറ്റ്സ് ആണോ, മാത്യു അർണോൾഡ് ആണോ, വേർഡ്സ്വർത്ത് ആണോ എന്നുള്ളതാണ്. അത് പറഞ്ഞതും മാത്യു അർണോൾഡ് തന്നെയാണ്. ഓക്കെ, മാത്യു അർണോൾഡിന്റെ പ്രധാന ബുക്കുകളുടെ പേരുകളും അതിന്റെ വർഷങ്ങളും ഒന്ന് പഠിച്ചിരിക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വരുന്നതല്ല, കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. എനിവേ, ഹു ഇസ് ദ ഓതർ ഓഫ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം? കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണിത്. ഒരു പരീക്ഷയ്ക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഇത് വരും. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ വർക്കും അതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ഇംസാറ്റ് ആണോ, നോർത്രോപ്പ് ഫ്രൈ ആണോ, മാത്യു അർണോൾഡ് ആണോ, ഫ്രെഡറിക് ജെയിംസ് ആണോ? ഇതിൽ ആരാണ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്? അത് നോർത്രോപ്പ് ഫ്രൈ ആണ്. 1957 ഈ ബുക്ക് അദ്ദേഹം നമ്മളുടെ ഈ ലിറ്റററി തിയറി എന്ന് പറയുന്ന ജോണറിലേക്ക് എഴുതിയിട്ടുള്ളത്. അനാട്ടമി ഓഫ് ക്രിറ്റിസിസം ഈസ് റിട്ടൺ ബൈ നോർത്രോപ്പ് ഫ്രൈ ഇൻ 1957 എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം. വിച്ച് മൂവ്മെന്റ് ഈസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് മെഷീൻസ്, റൂട്ടനൈസ്ഡ് കില്ലിംഗ് ആൻഡ് ദ ബിലീഫ് ഇൻ സയൻസ്? അപ്പൊ നമുക്കറിയാം ഏതിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന്. ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു മെഷീൻസിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ റാൻഡം കില്ലിങ്സിന് അഗെയിൻസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നത്, അതുപോലെ സയൻസിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു രീതി വരുന്നത്? പോസ്റ്റ് മോഡേണിസം ആണോ, രണ്ടാമത്തേത് പോസ്റ്റ് കൊളോണിയലിസം ആണ്, എന്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, മോഡേണിസം ആണോ, അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം ആണോ? ഇതിൽ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രണ്ടെണ്ണം ഉണ്ട്. അതിനുശേഷം വരുന്ന ഉത്തരമാണ് മോഡേണിസം എന്ന് പറയുന്നത്. ഓക്കെ, മോഡേണിസം ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടൈമിലാണ്, അതിന് മുൻപും അതിന് ശേഷവുമാണ് അതില് ഒന്നിച്ചാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷനും മെക്കാനൈസേഷനും അതുപോലെ വേൾഡ് വാർ 1914 തൊട്ട് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള കറപ്ഷനിലേക്കൊക്കെ വരുന്ന ഒരു വേൾഡിനെ മാറ്റിമറിക്കാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡേണിസം ആണ് ഈ മെഷീൻസിനെതിരെയും കില്ലിങ്സിനെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത്, എ ലിറ്റററി ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ് ദാറ്റ് ലെഡ് റൈറ്റേഴ്സ് നോട്ട് ടു ഇമാജിൻ ലൈഫ് ആസ് ഇറ്റ് കുഡ് ബി but to examine life as it was actually lived and to record what they saw around them as honestly as they could. ഇത് ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ചോദിക്കുന്നത്. അവര് ഇപ്പോ
ഏത് തരത്തിലാണ് ലൈഫിനെ ഒരാൾ എഴുതേണ്ടത് എന്നുള്ളതാണ് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. റാഷണലിസം ആണോ, റിയലിസം ആണോ, റൊമാൻറ്റിസം ആണോ, അല്ലെങ്കിൽ ഡാർക്ക് റൊമാൻറ്റിസം ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ഏതാണ്? റിയലിസത്തിലാണ് എഴുതേണ്ടത്. റിയലിസ്റ്റ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് നമുക്കുണ്ട്. അത് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന മൂവ്മെന്റ്, ഇമാജിനേഷനും അങ്ങനെ കുറെ വരുന്നുണ്ടല്ലോ, റൊമാൻറ്റിക് റൈറ്റേഴ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് എതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ്സിന് എതിരെ വന്നിട്ടുള്ളതാണ് എന്ത് ഈ റിയലിസം എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ടെനറ്റ്സ് ഓഫ് റൊമാൻറ്റിസിസം എക്സെപ്റ്റ്. ഈ പറയുന്നതിൽ റൊമാൻറ്റിസിസത്തിൽ പെടാത്ത ഒരാൾ അതിലുണ്ട്, ഒരു ആൻസർ അതിലുണ്ട്. അത് ഏതാണ് ചോദിക്കുന്നത്? എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Authors valued the individual in their writing. Authors looked to nature for inspiration. Authors feature just themes of love. Authors valued emotion and the imagination in their writing. ഒറ്റ ഉത്തരമേ ഇതിൽ തെറ്റുള്ള, എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓതേഴ്സ് ഫീച്ചർ ജസ്റ്റ് തീംസ് ഓഫ് ലവ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് ശരിയല്ലാത്ത ഉത്തരമായിട്ട് വരുന്നത്? തീംസ് ഓഫ് ലവ് മാത്രമല്ല അവര്, അല്ലെങ്കിൽ റൊമാൻറ്റിസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്? ഇൻഡിവിജ്വലിസം ഉണ്ടായിരുന്നു, നേച്ചർ ഉണ്ടായിരുന്നു, ഇമാജിനേഷൻ ഉണ്ടായിരുന്നു, ഡീപ്പ് ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കുബ്ലാബ് ഖാൻ പോലെ ഒരു കവിത എഴുതാൻ നമ്മളുടെ കോളറിഡ്ജിന് പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ സോൾട്ടറി റീപ്പർ പോലെ എഴുതാൻ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ വേർഡ്സ്വർത്തിന് കഴിയുമായിരുന്നില്ല, റൈറ്റ്. ഷെല്ലിയെ പോലെ ഒരാൾക്ക് എഴുതാനും പറ്റില്ലായിരുന്നു സ്കൈലാർക്കിന് വേണ്ടിയിട്ട്, റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു റൈറ്റിംഗ്സ് നിന്നാണ് റൊമാൻറ്റിസിസം വരുന്നത്. ഇനി നിയോ ക്ലാസിക്കൽ മൂവ്മെന്റ്സ് എംഫസൈസ്ഡ്. എന്താണ് നിയോ ക്ലാസിക്കൽ മൂവ്മെന്റ്സ് എംഫസൈസ് ചെയ്തിട്ടുള്ളത്? ദ observance of literary rules, the non-observance of literary rules, the purity of literature, the function of literature. ഇതിൽ 4 എണ്ണം. ഈ 4 എണ്ണത്തിൽ എന്താണ് നിയോ ക്ലാസിക്കൽ മൂവ്മെന്റ്സ്? അത് ഏത് ഏജിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. നിയോ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂ ക്ലാസിക്കൽ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഉണ്ട്. ഇപ്പോ നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്ന് തുടങ്ങിയത്. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മളുടെ ഈ പഴയ ഗ്രീക്ക് ആൻഡ് റോമൻ റൈറ്റേഴ്സിന്റെ വർക്ക്സ് എല്ലാം എടുക്കാൻ തുടങ്ങി. ആ ഒരു ക്ലാസിക്കൽ മെത്തേഡ് വെച്ച് അവർ എഴുതാനും അതിന്റെ റൂൾസ് ഫോളോ ചെയ്യാനും തുടങ്ങി. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്? അതിലെ പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് വരുന്നത് ഒബ്സർവൻസ് ഓഫ് ലിറ്റററി റൂൾസ്. അതായത് പഴയ എഴുത്തുകാരുടെ എഴുത്തുകളെ കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ അതേപോലത്തെ അത് എഴുതാനും അതിന്റെ ഓർഡർ, സ്ട്രക്ചർ, അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള ലിറ്റററി റൂൾസ്, അതായത് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ മോഡൽസ് വെച്ചിട്ടാണ് നിയോ ക്ലാസിക്കൽ മൂവ്മെന്റ്സ് നമ്മളെ യൂറോപ്യൻ കൺട്രീസിൽ വന്നിട്ടുള്ളത്. അടുത്തത് ഡാഷ് എംഫസൈസസ് റീസൺ ആൻഡ് സയൻസ് ഓവർ സ്ക്രിപ്ചർ, വിച്ച് മീൻസ് റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് ട്രഡീഷൻ, ആൻഡ് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ഫ്ലോഡ് ബട്ട് കാപ്പബിൾ ഓഫ് ഇംപ്രൂവ്മെന്റ്. സയൻസിനെ മുൻനിർത്തുകയും റിലീജിയസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്സ്റ്റുകളെ കുറച്ചൊന്ന് പിന്നിലേക്ക് ആശ്രയിക്കാതെ മാറ്റി നിർത്തുകയും, അതുപോലെ ഹ്യൂമൻസ് ഫ്ലോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിലും അത് എന്താണ് നമ്മൾക്ക് തിരുത്താൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മളുടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഹ്യൂമനിസം ഉണ്ട്, നാച്ചുറലിസം ഉണ്ട്, റിയലിസം ഉണ്ട്, റൊമാൻറ്റിസിസം ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം, ഹ്യൂമനിസം ആണ്. കാരണം ഹ്യൂമനിസം ആണ് ഹ്യൂമൻസ് എന്തായി മാറണം, ഹ്യൂമൻസിന്റെ സ്ട്രെങ്ത് എന്താണ്, കപ്പാസിറ്റി എന്താണ്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്ന് പറയുന്നത്. അതായത് റീസണും സയൻസും ഹ്യൂമൻ പൊട്ടൻഷ്യലും എല്ലാം റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയന് മുകളിലായിട്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസിന് മുകളിലായി പോകണം, ട്രഡീഷൻസിന് മുകളിലായി പോകണം എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമനിസം തന്നെ ആണ്. അടുത്തത് ദ റിയലിസ്റ്റ് നോവൽ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ദ ഡാഷ് സെഞ്ചുറി. ഏത് സെഞ്ചുറിയിലാണ് റിയലിസ്റ്റ് നോവൽസ് വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. 18ആണോ 19ആണോ 20ആണോ 17ആണോ? 18ാമത്തെ സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലൂടെ ആണ് റിയലിസ്റ്റ് നോവൽസ് വന്നിട്ടുള്ളത്. അതിന്റെ ആവിർഭാവം കഴിയുന്നതോടി കൂടിയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാം നമ്മളുടെ ഈ ഒരു ഏരിയയിൽ കാണും, റൈറ്റ്. വിച്ച് മൂവ്മെന്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിനിസം, materialism and the determinist philosophy of French critic Hippolyte Taine. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫെമിനിസം ആണോ, റിയലിസം ആണോ, മോഡേണിസം ആണോ, നാച്ചുറലിസം ആണോ? ഏതോ ഉത്തരം നാച്ചുറലിസം എന്ന് പറയുന്നതാണ്. ഇതാണ് ഈ പറഞ്ഞ എല്ലാ കൈൻഡ് ഓഫ് ഫിലോസഫിയിൽ നിന്നും, അതുപോലെ ഫ്രഞ്ച് ക്രിട്ടിക് ഹിപ്പോലൈറ്റ് ടെയിന്റെ ഒരു ഫിലോസഫിയിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ഫിലോസഫി എന്ന് പറയുന്നത് നാച്ചുറലിസം ആണ്. ദ ഫാദർ ഓഫ് നാച്ചുറലിസം ഈസ് ആരാണ്? ടി.എസ്. എലിറ്റ് ആണോ, എമിലി സോള ആണോ, ഹിപ്പോലൈറ്റ് ടെയിൻ ആണോ, സ്റ്റെയിൻബെക്ക് ആണോ?
ഉത്തരം നമ്മൾ പറയുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഫിലോസഫി ആയിട്ടല്ല ഇത് വരുന്നത്, പക്ഷെ ഇതിന്റെ ഫാദർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. എമിലി സോള എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് നോവലിസ്റ്റും ക്രിട്ടിക്കും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് നാച്ചുറലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയപ്പെടുന്നത് ആരാണ്? എമിലി സോളയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധാരണയായിട്ട് അവർ ചോദിക്കുന്നത് ഒരു നമ്മളുടെ സെറ്റിനായാലും നെറ്റിനായാലും അതുപോലെ തന്നെ നെറ്റിന് കുറച്ചും കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർ ഒക്കെ ധാരാളം, അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ ലിറ്ററേച്ചർ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കേട്ടറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോഴും യൂറോപ്യൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അധികം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, നോൺ യൂറോപ്യനിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണ് എമിലി സോള എന്ന് പറയുന്നത്. ദ ടേം സിംബലിസ്റ്റ് അല്ലെങ്കിൽ സിംബലിസ്റ്റ് വാസ് കോയിൻഡ് ബൈ ഡാഷ് ഇൻ ദ റിവ്യൂ ലാവ് വർക്ക് ഇൻ 1886. സിംബലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് ആരാണ്? അത് എഴുതിയിട്ടുള്ളത് ലാവ് വോഗ് എന്ന് പറയുന്ന റിവ്യൂവിലാണ് എന്ന് പറയുന്നു. 1886 പറയുന്നത്. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ആരാണ് സിംബലിസ്റ്റ് എന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കോയിൻ ചെയ്തിട്ടുള്ളത്? ജീൻ മോറിയാസ് ഉണ്ട്, എമിലി സോള ഉണ്ട്, ഇപ്ലോയിഡ് സ്റ്റെയിൻ ഉണ്ട്, ജോൺ സ്റ്റെയിൻബാക്ക് ഉണ്ട്. ജോൺ മോറിയാസ് ആണ് സിംബലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മളെ ലാ വോഗ് എന്ന് പറയുന്ന 1886 റിവ്യൂവില് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ കോയിൻ ചെയ്ത് വിട്ടത്. അദ്ദേഹം ഒരു ഗ്രീക്ക് ബോൺ ഫ്രഞ്ച് പോയറ്റ് ആയിരുന്നു. ഓക്കെ, സിംബലിസ്റ്റ് എന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത് ജീൻ മോറിയാസ് ആണ് എന്ന് ആലോചിച്ച് കൊണ്ട് ഇരിക്കുക. ഇനി നെഗറ്റീവ് കാപ്പബിലിറ്റീസ് എ ടേം യൂസ്ഡ് ബൈ വിച്ച് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ എവിടെ പഠിച്ചു തുടങ്ങുമ്പോഴും ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജോൺ കീറ്റ്സ് ആണോ, PB ഷെല്ലി ആണോ, ബയർൺ ആണോ, വേർഡ്സ്വർത്ത് ആണോ? ഉത്തരം എന്ന് പറയുന്നത് അത് സംശയമില്ലാത്ത ചോദ്യമാണ്, ജോൺ കീറ്റ്സ് ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള ജോർജിനും തോമസ് കീറ്റ്സിനും 1817 എഴുതിയ ലെറ്ററുകളിൽ കൂടെയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിലോസഫി അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്നാണ്. ഇൻ ക്രിറ്റിസിസം, ഡാഷ് ഇസ് എ മെറ്റഫർ യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഇൻ ദ പോയറ്റിക്സ് ടു ഡിസ്ക്രൈബ് ദ എഫക്ട്സ് ഓഫ് ട്രൂ ട്രാജഡി ഓൺ ദ സ്പെക്ടേറ്റർ. അതായത് ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏത് വാക്കാണ് ഇതിനെ പറയുന്നത്? ട്രൂ ട്രാജഡി കാണിക്കാൻ വേണ്ടി, സ്പെക്ടേറ്ററിനെ കാണിക്കാൻ വേണ്ടി ഏത് വാക്കാണ് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. അനഗ്നോസിസ് ആണോ, കത്താർസിസ് ആണോ, ഇമിറ്റേഷൻ ആണോ, എത്തോസ് ആണോ? ഇതിൽ ഏതാണ് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നോക്കിയാൽ കത്താർസിസ് ആണെന്ന് കാണാം. എന്താണ് കത്താർസിസ് എന്ന് പറയുമ്പോൾ? ഒരു സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകമൊക്കെ കണ്ട്, ഒരു സിനിമയൊക്കെ കഴിഞ്ഞ്, ഇന്നത്തെ കാലത്ത് സിനിമയാണ്, പണ്ട് നാടകങ്ങളായിരുന്നു, അത് കഴിഞ്ഞ് ഇമോഷണൽ പർഗേഷൻ എന്ന് പറയുന്ന റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, റിലീഫ് കിട്ടി കരഞ്ഞ് നമ്മളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം, നമ്മളുടേതോ മറ്റുള്ളതോ ആയിട്ടുള്ള സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്ത ഒരാൾ എഴുന്നേറ്റ് പോലെ ഇമോഷണൽ റിലീസ് വരും. ആ ഒരു പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, കത്താർസിസ് എന്ന് പറയുന്ന പോയിന്റിലൂടെ കൊണ്ടുവരുന്നത്. അതിനെയാണ് അരിസ്റ്റോട്ടലിന്റെ ബുക്കായിട്ടുള്ള പോയറ്റിക്സിൽ പറയുന്നത്. ഇനി ഡാഷ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആസ് എ റിവോൾട്ട് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇന്റലക്ച്വൽ ഓറിയന്റേഷൻ against the neoclassicism of the 17th and 18th centuries. ഡയറക്റ്റ് ചോദ്യമാണ്. റിയലിസം ആണോ, റൊമാൻറ്റിസിസം ആണോ, നാച്ചുറലിസം ആണോ, സിംബലിസം ആണോ? ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത്. റൊമാൻറ്റിസിസം ആണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോ ക്ലാസിക്, നമ്മൾ നേരത്തെ സംസാരിച്ച നിയോ ക്ലാസിസം എന്ന് പറയുന്ന ഒരു പകർപ്പുണ്ട്. അതായത് ക്ലാസിസ്റ്റ് റൈറ്റേഴ്സിന്റെ എല്ലാ ഗുണങ്ങളും എടുത്തുകൊണ്ട് നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്കുകൾ എഴുതുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെയും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഓറിയന്റേഷനെയും ഇവർ തകർത്തെറിഞ്ഞിട്ടാണ് ഈ റൊമാൻറ്റിസം എന്ന് പറയുന്ന ഇമാജിനേഷനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഇന്റലക്ച്വൽ, ഒരു പുതിയ കൈൻഡ് ഓഫ് റൈറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് റിവോൾട്ട് തന്നെയാണ് ഏതിനോട്? നിയോ ക്ലാസിക്കൽ മെത്തേഡിനോട് എന്ന് നമുക്ക് പറയാൻ പറ്റും. Who is the author of the essay The Archetypes of Literature? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബട്ട് ഇമ്പോർട്ടന്റ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. നോർത്രോപ്പ് ഫ്രൈ ആണോ, യങ് ആണോ? അത് ജങ് നല്ല വായിക്കുക, യങ് ആണ്. ഓക്കെ, നമ്മുടെ കാൾ യങ് ആണ്. ഓക്കെ, ജി വിൽസൺ ആണോ അല്ലെങ്കിൽ റിച്ചാർഡ് ചെയ്സ് ആണോ? ഡയറക്റ്റ് ചോദ്യമാണ്. നോർത്രോപ്പ് ഫ്രൈ ആണ് നമ്മുടെ ആർക്കൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബുക്ക് 1951 എഴുതിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം അതിലൂടെയാണ് ഈ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന മിത്തിക്കൽ അല്ലെങ്കിൽ മിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് തുടങ്ങുന്നത്. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഫേമസ് ലിറ്റററി ക്രിട്ടിക്കാണ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് നമ്മളെ ഫ്രോയിഡിന്റെ എന്താ പറയുന്ന തീരുമാനങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിക്കൽ മെത്തേഡുകളോട് കുറച്ച്
എതിർപ്പ് കാണിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പോവുകയും ചെയ്ത ഒരാളാണ് നോർത്രപ്പ് ഫ്രൈ എന്ന് പറയുന്നത്. യങ്ങിന്റെ കാര്യം, ഓക്കെ, യങ് ഓക്കെ. ഹു കോയിൻഡ് ടേം കളക്റ്റീവ് അൺകോൺഷ്യസ്? കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന വാക്ക് ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? ഫ്രൈ ആണോ, കാൾ യങ് ആണോ, ഫ്രോയിഡ് ആണോ, കാൾ മാർക്സ് ആണോ? ഇതിൽ ആരാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തിട്ടുള്ളത്? കാൾ യങ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്വിസ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോ അനലിസ്റ്റ് ആയിട്ടുള്ള കാൾ യങ്, നമ്മളുടെ ഫ്രോയിഡിന്റെ ശിഷ്യനായിട്ടുള്ള കാൾ യങ് ആണ് നമ്മൾ ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന മിത്തിനെ കുറിച്ചിട്ടുള്ള ഈ ബുക്കുകളിനെ എഴുതിയിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഷെയർഡ് ഇൻഹെറിറ്റഡ് റിസർവോയർ ഓഫ് മെമ്മറീസ്, സിംബൽസ് ആൻഡ് ആർക്കൈവ്സ്. ഇപ്പൊ നമുക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ആരും പാമ്പ് എന്താണെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നില്ല. ചിലപ്പോ പണ്ടുണ്ടായിരുന്ന നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സോ ആണ് ഈ ഒരു മിത്തിക്കൽ ഐറ്റംസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോ മഴ പെയ്യുന്നത് ഒരു ദൈവമാണ് എന്ന് പറയുന്നത്, ഇതെല്ലാം എന്ത് പഴയ കഥകളെയും നമുക്ക് മിത്തിന്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റും. ഓക്കെ, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് വരുന്നത്. അതായത് നമ്മൾ അറിയാതെ തന്നെ കുറെ മെത്തേഡുകൾ, കുറെ മിത്തിക്കൽ ഐറ്റംസ്, കുറെ പിക്ചേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അത് അവർക്ക് ആരും പറഞ്ഞു കൊടുത്ത് ആയിരിക്കും, പഴയ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞു കൊടുത്തായിരിക്കും. അപ്പൊ അറിയാതെ തന്നെ ഒരു സ്ട്രീം ലൈനിൽ കൂടെ വരുന്നതാണ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. Dash is the literal meaning of the word we use in general communication, like sharing factual information. അതേതാ? സെൻസ് ആണോ, ഫീലിങ്സ് ആണോ, ടോൺ ആണോ, ഇന്റൻഷൻ ആണോ? ഡാഷ് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ്. നമ്മൾ സംസാരിക്കുമ്പോൾ ലിറ്ററൽ മീനിങ് ആയിട്ട് വരികയാണെങ്കിൽ ആ വാക്കിനെ എന്ത് വിളിക്കും? സെൻസ് എന്നാണോ, ഫീലിംഗ് ആണോ, ടോൺ ആണോ, ഇന്റൻഷൻ ആണോ? സെൻസ് എന്നാണ് നമ്മൾ അതിനെ റെഫർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ പറയുന്ന വാക്കിന്റെ ഫാക്ച്വൽ മീനിങ്, ഫാക്ച്വൽ ഇൻഫർമേഷൻ തന്നെ കൊടുക്കാൻ പറ്റിയതാണ് എന്ത്? ഈ സെൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? In which essay T.S. Eliot put forward the idea of dissociation of sensibility. I'm sorry, dissociation എന്നാണ് വായിക്കേണ്ടത്. അതിലെ ഏത് എസ്സേയിലാണ് T.S. Eliot ഈ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡിയ പുറത്തേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിലാണോ, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസിലാണോ, ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണോ, പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്നതാണ്? ഈ 4 എസ്സേയും അല്ലെങ്കിൽ 4 വർക്കുകളും T.S. എലിയറ്റിന്റെ ഒരു ജീവചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 4ന്റെയും വർഷങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരം നോക്കാം. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ഏത് എസ്സേയിലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന എസ്സേയിലാണ്. അത് എഴുതിയിട്ടുള്ളത് 1921 ആ ഒരു എസ്സേയിലാണ് ഇദ്ദേഹം എന്ത് പറയുന്നത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഐഡിയ അദ്ദേഹം T.S. Eliot കൊണ്ടുവരുന്നത്. The term objective correlative was first used by ഇതും ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ചോദ്യമാണ്. T.S. Eliot ആണോ, ഹേം ആണോ, എസ്ര പൗണ്ട് ആണോ, വാഷിംഗ്ടൺ അൽസ്റ്റൺ ആണോ? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? വാഷിംഗ്ടൺ അൽസ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കൻ പെയിന്റർ ആൻഡ് പോയിറ്റ് ആണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ വിച്ച് essay എലിയറ്റ് യൂസ്ഡ് അറ്റ് ദ ടൈം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്? നമ്മൾ ഇപ്പൊ പഠിച്ചത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആരാണ് കോയിൻ ചെയ്ത് ഫസ്റ്റ് യൂസ് ചെയ്തതെന്നാണ്. അത് വാഷിംഗ്ടൺ അൽസ്റ്റൺ ആണെന്ന് പറഞ്ഞു. പക്ഷേ എലിയറ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അദ്ദേഹത്തിന്റെ ഏത് എസ്സേയിലാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണോ, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് ആണോ, ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണോ, പോയട്രി ആൻഡ് ഡ്രാമയാണോ? ഏതില? ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന 1919 എഴുതിയ അദ്ദേഹത്തിന്റെ വർക്കിലാണ് അദ്ദേഹം ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് ഉപയോഗിച്ച് കാണുന്നത്. ഈ ഡിഫൈൻഡ് ഇറ്റ് ആസ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ് ഓർ ഇവന്റ്സ് ദാറ്റ് സെർവ് ആസ് എ ഫോർമുല ടു എവോക്ക് എ പർട്ടിക്കുലർ ഇമോഷൻ ഇൻ ദ ഓഡിയൻസ്. അപ്പോൾ ഒരു ഓഡിയൻസിന്, അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കരച്ചിലോ ചിരിയോ എന്തെങ്കിലും ഒരു ഇമോഷൻ വരുത്തണമെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ വേണ്ടി കുറെ ഒബ്ജക്റ്റും സിറ്റുവേഷൻസും ഇമോഷൻസും ഇവന്റ്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, എഴുത്തുകാരും ആക്ടേഴ്സും കൂടി. ആ ഒരു ഫോർമുലയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിലൂടെ കൊണ്ടുവരുന്നത് എന്നാണ്. ന്യൂ ക്രിറ്റിസിസം വാസ് എ ഡാഷ് ലിറ്റററി മൂവ്മെന്റ്. നമുക്ക് ഇംഗ്ലീഷ് മൂവ്മെന്റ് ആയിരുന്നോ, അമേരിക്കൻ മൂവ്മെന്റ് ആയിരുന്നോ, ജർമ്മൻ മൂവ്മെന്റ് ആയിരുന്നോ, റഷ്യൻ മൂവ്മെന്റ് ആയിരുന്നോ? ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു? അമേരിക്കൻ മൂവ്മെന്റ് ആയിരുന്നു. അത് 1920കളിലും 30കളിലും ശേഷം, അതായത് ആദ്യം വരുന്നത് റഷ്യൻ ഫോർമലിസം ആയിരുന്നു. അതിനുശേഷം റഷ്യയിലത്തെ കുറെ ആൾക്കാരെ ഓടിച്ചു വിട്ടപ്പോൾ അവരെല്ലാം കൂടെ അമേരിക്കയിൽ പോയി സെറ്റിലായി. അവിടെയാണ് ഈ അമേരിക്കയിലാണ് നമ്മൾക്ക് ഈ ന്യൂ ക്രിറ്റിസിസം കാണാൻ പറ്റുക. അപ്പോൾ ഈ ന്യൂ ക്രിറ്റിസിസത്തിന്റെ പ്രൊഡസസർ എന്ന് പറയുന്നത് റഷ്യൻ ഫോർമലിസം ആയിരുന്നു. ഓക്കെ, അവിടെയാണ് തുടങ്ങിയത്. അതിനുശേഷം അവിടുത്തെ കുറെ ആൾക്കാർ അമേരിക്കയിൽ ഒന്ന് സെറ്റിലായി അവിടെ ഉണ്ടാക്കുന്നതാണ് എന്ത്? ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു വേവ്.
ഇറ്റ് ഫോക്കസ് ഓൺ ക്ലോസ് റീഡിങ്, അതായത് ഒരു ടെക്സ്റ്റിന്റെ ക്ലോസ് റീഡിങ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻട്രൻസിക് മീനിങ്ങുകളെ കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവര് ഈ ന്യൂ ക്രിറ്റിസിസം റൈറ്റിംഗ് വെക്കുന്നത്. എന്തിനോടായിരുന്നു അത് എതിർപ്പ് കുറവ് എന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ ആൻഡ് ബയോഗ്രഫിക്കൽ കണ്ടക്സ്റ്റ്. ഇപ്പോ കവിയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ട് അടയാളപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല. ആ വാക്കിനെ എന്താണ് ആ എഴുത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത് കവിയുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് നോക്കാം. The movement New Criticism received its name from the title of dash book, The New Criticism. ആരാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. വില്യം എംസൺ ആണോ, വിംസാറ്റ് ആണോ, ജെസി റാൻസം ആണോ, കെന്നത്ത് ബർഗ് ആണോ എന്ന് പറയുന്നു. എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ജെസി റാൻസത്തിന്റെ ബുക്കിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെയാണ് ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1941 എഴുതിയ ബുക്കാണ് ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ചേർത്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ ന്യൂ ക്രിറ്റിസിസം എന്നുകൂടെ വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജെസി റാൻസം ആണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത ചോദ്യം. ലിറ്റററി ക്രിറ്റിസിസം ഈസ് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്ട്. ഹു സേസ്? ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. വിംസാറ്റ് ആണോ, റാൻസം ആണോ, ക്ലിയാൻ ബ്രൂക്ക് ആണോ, കെന്നത്ത് ബർഗ് ആണോ? ബർഗ്. ഇത് പറഞ്ഞിട്ടുള്ളത് ആയിരുന്നു. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്ലിയാൻ ബ്രൂക്ക് ആണ് കേട്ടോ. സോറി, കുറച്ചു നേരം സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ. നോർമൽ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് എ ടേം കോയിൻഡ് ബൈ. ആരാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. മാത്യു ആർണോൾഡ് ആണോ, ടി.എസ്. എലിയറ്റ് ആണോ, W.K. വിംസാറ്റ് ആണോ, വില്യം എംസൺ ആണോ? ഇതിൽ ആരാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് കോയിൻ ചെയ്തിട്ടുള്ളത്? കോയിൻ ചെയ്തതാണ് ചോദിക്കുന്നത്. മാത്യു ആർണോൾഡ് ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അതായത് ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയറ്റിക് എക്സ്പ്രഷൻ. ഒരാളുടെ പോയറ്റിക് എക്സ്പ്രഷനെ കാണിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് എഴുതുന്ന, മാക്സിമം ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, മാക്സിമം ഔട്ട്പുട്ട് വരുന്നതാണ്. ഏതിലൂടെ, ഏതൊക്കെ തരത്തിലാണ് ഗ്രാൻഡ് സ്റ്റൈൽ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക? സബ്ലിമിറ്റി വേണം, സീരിയസ്നെസ് വേണം, മോറൽ പ്രൊഫൗണ്ടിറ്റി വേണം. അതായത് മോറലിസ്റ്റിക് ആയിരിക്കണം. ആ ഒരു കാലഘട്ടം അറിയാം, അർണോൾഡൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ മോറൽ വാല്യൂസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സീരിയസ് ആയിരിക്കണം, കോമിക്കൽ ആവാൻ പാടില്ല, സബ്ലിമിറ്റി ഉണ്ടായിരിക്കണം. സബ്ലൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതും അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് is a situation or event designed by the poet which symbolizes or objectifies a particular emotion to evoke the same emotion in the reader. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ആണോ, ഇംപേഴ്സണാലിറ്റി ആണോ, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആണോ, അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ആണോ? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഹു റോട്ട് കൾച്ചർ ആൻഡ് അനാർക്കി? അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് പറയാം, അതുപോലെ തന്നെ റിപ്പീറ്റഡ് എന്നും പറയാം. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? കൾച്ചർ ആൻഡ് അനാർക്കി. വേർഡ്സ്വർത്ത് ആണോ, അർണോൾഡ് ആണോ, ഷെല്ലി ആണോ, കോളറിഡ്ജ് ആണോ? ഇതിൽ ആരാണ് എഴുതിയിട്ടുള്ളത്?
അർണോൾഡ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. 1869 എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൾച്ചർ ആൻഡ് അനാർക്കി 1869 എഴുതിയത്? കൾച്ചറൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്താണ് ഒരു സൊസൈറ്റിയുടെ റോള്, ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു കൾച്ചർ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത്, ഒരു പെർഫെക്ഷൻ, ഒരു കൾച്ചറിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാം, അതെങ്ങനെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യും, എങ്ങനെയാണ് നോളജ് അതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്, ബ്യൂട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നതാണ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന അർണോൾഡിന്റെ ഈ 1869 ഇറങ്ങിയ ബുക്കിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക്? അത് ബുക്കിന്റെ പേരാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ആരാണ് എന്ന് ചോദിക്കുന്നത്. ഐ.എ. റിച്ചാർഡ്സ് ആണോ, മാത്യു അർണോൾഡ് ആണോ, ടി.എസ്. എലിയറ്റ് ആണോ, ജോർജ് വാട്സൺ ആണോ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഐ.എ. റിച്ചാർഡ്സ് ആണ്. 1929 പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ബുക്ക് ഐ.എ. റിച്ചാർഡ്സ് എഴുതുന്നത്. ഓക്കെ, ഇതിൽ അദ്ദേഹം പറയുന്നത് പോയട്രീനെ എങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനെ ഫോക്കസ് ചെയ്തിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുകളെ ഫോക്കസ് ചെയ്ത് പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നതിനെയാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പ്രാക്ടിക്കാലിറ്റിയിൽ എങ്ങനെയാണ് പോയം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഐ.എ. റിച്ചാർഡ്സിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഡാഷ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ദാറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ഫോർമൽ ഓർ സ്ട്രക്ചറൽ ഫീച്ചർ ഓഫ് എ ടെക്സ്റ്റ്. ഡയറക്റ്റ് ആണ്. മോഡേണിസം, എക്സ്പ്രഷനിസം, സർറിയലിസം, ഫോർമലിസം. ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യം. ഫോർമലിസം നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു. റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത്, അതായത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു 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 എഴുത്ത്, ആ എഴുത്തിനെ അതിന്റെ ലാംഗ്വേജിലൂടെയും സ്റ്റൈലിലൂടെയും ഇമേജറിയിലൂടെയും സിംബലിസത്തിലൂടെയൊക്കെ അതിന്റെ ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഫോർമലിസം എന്ന് പറയുന്നത്. അതായത് ഫോർമാറ്റുകളിലൂടെയാണ് അവർ എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ബാക്ക്ഗ്രൗണ്ടുകളിലൂടെയോ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ റൈറ്ററിന്റെ ഇമോഷൻസിലൂടെയോ ഒന്നും അല്ല. അതിനേക്ക് ഇവരെ തഴഞ്ഞ് ഇങ്ങനത്തെ ഫാക്റ്റുകളിലാണ്, എന്താണ് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നതിലൂടെയാണ് ഫോർമലിസം, ഫോർമാറ്റിലൂടെയാണ് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഡാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ഫോർമലിസ്റ്റ്. ഫോർമലിസ്റ്റുകൾ ഈ കൺസെപ്റ്റിലൂടെ ഉണ്ടാക്കിയ കാര്യം ഏതാണ്? ലിറ്റററിനെസ് ആണോ, ഇമിറ്റേഷൻ ആണോ, ടച്ച് ടോൺ ആണോ, സൈക്കോ അനാലിസിസ് ആണോ? ഇതില് 3 നിങ്ങൾക്ക് ഞാൻ പറയാറുള്ള പോലെ എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കളയാൻ പറ്റും. ടച്ച് ടോൺ ആരാണെന്ന് നമ്മൾ പറഞ്ഞു, സൈക്കോ അനാലിസിസ് ആരുടെ അടിയിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം, ഇമിറ്റേഷൻ എവിടെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. ബാക്കി ഏതാ ബാക്കിയുള്ളത്? ലിറ്റററിനെസ് എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുക. അത് ബേസിക്കലി പറയുന്നത് റോമൻ ജക്കോബ്സണെ അതുപോലെ വിക്ടർ സ്ലോവിഷ്കിയെ പോലെയുള്ള ആൾക്കാരാണ് ഈ ലിറ്റററിനെസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഫീച്ചർ എന്ന് പറയുന്നത് സാധാരണ ഓർഡിനറി സ്പീച്ചുകളും അതുപോലെ നോൺ ലിറ്റററി ടെക്സ്റ്റുകളും തമ്മിലുള്ള ലാംഗ്വേജ്, ടെക്സ്റ്റുകളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൽ വരുന്ന വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ഒരു ലിറ്റററിനെസ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഹു ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ലാങ് ആൻഡ് പരോൾ? ഡയറക്റ്റ് ആണ്, പക്ഷെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാങ് ആൻഡ് പരോളിനെ പറ്റി ഡിസ്റ്റിംഗ്വിഷ് ചെയ്തത്, മാറ്റിമറച്ചതിനെ പറ്റി പറഞ്ഞതാരാണ്? ലെവി സ്ട്രോസ് ആണോ, ഫ്രൈ ആണോ, സെഷോർ ആണോ, മാർക്കസ് ആണോ? ഇത് ആരാണ്? ഫെർഡിനാൻഡ് സെഷോർ ആണ്. അദ്ദേഹം ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ലാങ് ആൻഡ് പരോൾ എന്ന് പറയുന്ന 2 അർത്ഥങ്ങളെ മനസ്സിലാക്കി വെച്ചത്. അദ്ദേഹത്തിന്റെ ഏത് ബുക്കിലായിരുന്നു ഇത് വന്നത്? കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന 1916 അദ്ദേഹത്തിന്റെ കുറെ ടോക്ക് അല്ലെങ്കിൽ ലെക്ചർ സീരീസിന് ശേഷമാണ് ഈ ഒരു ബുക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹു റിമാർക്ഡ് ദാറ്റ് മിത്ത് ഈസ് എ സെക്കൻഡ് ഓർഡർ സെമിയോളജിക്കൽ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മിത്ത്, അതെങ്ങനെയാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോ അതിനെ ഒരു സെക്കൻഡ് ഓർഡർ സെമിയോളജിക്കൽ സിസ്റ്റം എന്ന രീതിയിൽ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കുന്നത്. ആരാണ് അതിനെ റിമാർക്ക് ചെയ്തിട്ടുള്ളത്? മോഡ് ബോഡ്കിൻ ആണോ, റോളിൻ ബാർത്തസ് ആണോ, ജെറാർഡ് ജെനറ്റ് ആണോ, നോർത്രോപ്പ് ഫ്രൈ ആണോ? ഇതിൽ ആരാണ് മിത്തിനെ കുറിച്ച് ഒരു സെക്കൻഡ് ഓർഡർ സെമിയോളജിക്കൽ സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം? റോളൻ ബാർത്തസ് ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റും സെമിയോട്ടീഷ്യനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് മിത്തോളജീസ് എന്ന് പറയുന്ന 1957 ബുക്ക്. സയൻസ് വിത്തൗട്ട് എ സിംഗിൾ ഡിനോട്ടേറ്റീവ് മീനിങ് ആൻഡ് ക്യാരിങ് മെനി പൊട്ടൻഷ്യൽ മീനിങ്സ് ആർ സെറ്റ് ടു ബി. എന്തിനെയാണ് ഇങ്ങനെ പറയുന്നത്? സയൻസ് വിത്തൗട്ട് എ സിംഗിൾ ഡിനോട്ടേറ്റീവ് മീനിങ് ആൻഡ് ക്യാരിങ് മെനി പൊട്ടൻഷ്യൽ മീനിങ്. അതായത് ഒരു സൈൻ എന്ന് പറയുന്നത് കുറെ പൊട്ടൻഷ്യൽ മീനിങ്സ് ഉള്ള, കുറെ മീനിങ്സ് ഉള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഏതാണ്? പോളിസിമിക് ആണോ, മൾട്ടിഫോക്കൽ ആണോ, പോളിപോയിഡൽ ആണോ, പോളിമോർഫിക് ആണോ? പോളിസെമിക് എന്ന് പറയുന്നതാണ്. പോളിസെമിക് ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. റൈറ്റ്, വിച്ച് മീൻസ് അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിനോട്ടേറ്റീവ് മീനിങ് ഇല്ല, ഒന്നിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു മീനിങ് ഇല്ല.
ഇപ്പൊ നമ്മൾ ഒരു കാട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പല ആൾക്കാരുടെ മനസ്സിൽ പലതരത്തിലുള്ള കാട് വരും. എന്റെ മനസ്സിൽ ചിലപ്പോൾ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാടായിരിക്കും ഓർമ്മ വരിക. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആമസോൺ കാടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും കാടായിരിക്കും. ചിലപ്പോൾ അഗസ്ത്യാർ കൂടത്തിലുള്ള ഒരു കാടായിരിക്കും ചിലരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. സോ ഓരോന്നിനും പല മീനിങ് ഉണ്ട്. പറയുന്നത് പോളിസെമിക് ആണ്. The concept of multi-accentuality is of the sign is propounded by ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? വോളോസിനോ ആണോ, സെഷ്വർ ആണോ, ഡെറീഡ ആണോ, പോൾ ഡി മാൻ ആണോ? ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വാലന്റൈൻ വോളോഷിനോ എന്ന് പറയുന്ന റഷ്യൻ മാർക്സിസ്റ്റ് ലിംഗ്വിസ്റ്റ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മൾട്ടി ആക്സെന്റാലിറ്റി ഓഫ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് അദ്ദേഹം ഈ ഭക്തിൻ സർക്കിളിൽ, അല്ലെങ്കിൽ മിഖായൽ ഭക്തിൻ എന്ന് പറയുന്ന, നമ്മുടെ ഈ കാർണിവാലസ്കി എന്ന് പറയുന്ന മെത്തേഡുകളൊക്കെ പറയുന്ന മിഖായൽ ഭക്തിൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സർക്കിളിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ആര്? വോളോഷിനോവ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മൾട്ടി ആക്സെന്റാലിറ്റി ഓഫ് ദ സൈൻ എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. who argued that all understanding is dialogic in character. ആരാണ് all understanding is dialogic in character എന്ന് പറയുന്ന ഒരു ഐഡിയക്ക് വേണ്ടി പ്രപ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്തത്? ലെവിസ്ട്രോസ് ആണോ, ബാർത്തസ് ആണോ, ഫിക്കോൾട്ട് ആണോ, അല്ലെങ്കിൽ ഫൂക്കോട്ട് ആണോ, അതുപോലെ തന്നെ ഭക്തിനാണോ? ഇതിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മിഖായൽ ഭക്തിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഭക്തിൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇദ്ദേഹം. റഷ്യൻ ലിറ്റററി തിയറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഡയലോഗിക് എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെയാണ് ഇതിന്റെ ക്രിയേഷനെ പറ്റി പറയുന്നത്. ഓക്കെ, മീനിങ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഇന്ററാക്ഷൻ, ഡയലോഗ് ആൻഡ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് റാദർ ദാൻ ബീങ് ഫിക്സ്ഡ് ഓർ സിംഗുലർ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഒരു കാര്യത്തിനെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്ക് അതുപോലെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോ എല്ലാത്തിനും ഇന്ററാക്ഷനിലൂടെയും ഡയലോഗിലൂടെയും പെർസ്പെക്റ്റീവിലൂടെയും അതിന് വ്യത്യസ്തമായ മീനിങ്ങുകൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ഭക്തിൻ പറയുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ഡയലോഗിക് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി ഹു ക്രിട്ടിക്ഡ് ലോഗോസെൻട്രിസം. ലോഗോസെൻട്രിസത്തിനെ ക്രിട്ടിക് ചെയ്തത് ആരാണ്? ഇത് വലിയൊരു തിയറിയുടെ ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ബാർത്തസ് ആണോ, ഡെറീഡ ആണോ, ലെവിസ്ട്രോസ് ആണോ, അഡോണോ ആണോ? ആരാണ് ലോഗോസെൻട്രിസത്തിനെ എതിർത്തത്? ജാക്കസ് ഡെറീഡയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്നത് ലോഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും ഒരു സെന്റർ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിനെ എതിർത്തുകൊണ്ടാണ് ഡെറീഡ ഓഫ് ഗ്രാമറ്റോളജി എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത്. അതിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്? ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ സെന്റർ ഈസ് നോട്ട് ദ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡീകൺസ്ട്രക്ഷനിലൂടെ ഫേമസ് ആയ ഒരാളാണ് നമ്മുടെ ഡെറീഡ എന്ന് പറയുന്നത്. അതും അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് ഈ ലോഗോസെൻട്രിസം എന്ന് പറയുന്ന മെത്തേഡിലെ ക്രിട്ടിക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സെന്റർ ഒന്നും ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഡിഫറൻസ് ഈസ് എ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത്. ഡിഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. അൽതൂസർ ആണോ, ഹോക്കൈമർ ആണോ, ഡെറീഡ ആണോ, ബാർത്തസ് ആണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഉത്തരവും ഡെറീഡ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന 1968 ഇറങ്ങിയ ഒരു എസ്സേയിലാണ് അദ്ദേഹം ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് പറയുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അതിന്റെ അർത്ഥവും അതിന്റെ വാക്കുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഗോസെൻട്രിസം, അല്ലെങ്കിൽ ഒരു സെന്റർ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരമാണ് അദ്ദേഹം തരുന്നത്. ദ സെന്റർ ഈസ് നോട്ട് ദ സെന്റർ എന്ന് പറയുന്നത്. കാരണം അൽതൂസറും ഹോക്കൈമറൊക്കെ വരുന്നത് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തിലാണ്. ബാർത്തസ് വേറൊരു രീതിയിൽ വരുന്ന ഒരാളാണ്. അപ്പൊ ഡെറീഡയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. Who called poetry the breadth and finer spirit of all knowledge. ഒരു ഡയറക്റ്റ് ഒരു കോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പോയിട്രീനെ ദ ബ്രെത്ത് ആൻഡ് ഫൈനർ സ്പിരിറ്റ് ഓഫ് ഓൾ നോളജ് എന്ന് പറയുന്നത് ആരാണ്? എലിയറ്റ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, കീറ്റ്സ് ആണോ, അർണോൾഡ് ആണോ? ആരാണ് പറഞ്ഞത്? വില്യം വേർഡ്സ്വർത്ത് ആണ്. അദ്ദേഹം എഴുതിയ പ്രിഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്ന 1800 എഴുതിയ ബുക്കിലാണ് ഇത് പറയുന്നത്. ഇവരുടെ ആദ്യത്തെ ബുക്കായിട്ടുള്ള 1798 ഇറങ്ങിയിട്ടുള്ള ബുക്ക്, നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വേർഡ്സ്വർത്തും പിന്നെ ആരെഴുതിയിട്ടുള്ള കോളറിജും കൂടി എഴുതിയിട്ടുള്ളതാണ് ലിറിക്കൽ ബെല്ലാഡ്സ്. അതിനുശേഷം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോയട്രിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയൻസ് എഴുതിയിട്ടുള്ള ബുക്കാണ് ഈ പ്രിഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹു ഡിഫൈൻഡ് പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? എലിയറ്റ് ആണോ, ഷെല്ലി ആണോ, വേർഡ്സ്വർത്ത് ആണോ, അർണോൾഡ് ആണോ? മാത്യു അർണോൾഡ് ആണ് ദ എസ്സേസ് ഇൻ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1865 ബുക്കിൽ പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് പറയുന്ന വാക്ക് എഴുതിയിട്ടുള്ളത്. എ തോട്ട് ടു ഡാഷ് വാസ് ആൻ എക്സ്പീരിയൻസ്, ഇറ്റ് മോഡിഫൈഡ് ഹിസ് സെൻസിബിലിറ്റി. ഓക്കെ,
ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും. ഇത് ആരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്? എ തോട്ട് ഡാഷ് എന്ന് പറയുന്നതിന്റെ ഉത്തരം ഈ 4 ആരോ ആണോ എന്നാണ് ചോദിക്കുന്നത്. മാർവലാണോ, ആൻഡ്രൂ മാർവലാണോ, ജോൺ ഡൺ ആണോ, ഹേർഡ്ബർട്ട് ആണോ, ഓളയാണോ? ഇതിനെ പറ്റി ആരെ പറ്റിയിട്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്? ഉത്തരം നോക്കാം. ജോൺ ഡണ്ണിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു സെന്റൻസ് വരുന്നത്. എ തോട്ട് ടു അല്ലെങ്കിൽ എ തോട്ട് ടു ജോൺ ഡൺ വാസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. അത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഏലിയറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വർക്കിലാണ് ഏലിയറ്റ് പറഞ്ഞിട്ടുള്ളത്? ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന 1921 ബുക്കിലാണ് അല്ലെങ്കിൽ എസ്സേയിലാണ് ഏലിയറ്റ് പറയുന്നത് എന്ത്? ഐ തോട്ട് ഡൺ വാസ് ആൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 1921 തന്നെ ഏലിയറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് വരുന്നുണ്ട്, ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അതിനെ എത്ര ഭാഗങ്ങളാക്കി തിരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കൂ. അതിന്റെ ഓർഡറിൽ കമന്റ് ചെയ്യണം. അത് സെറ്റിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഞാനൊക്കെ കുറെ തെറ്റിച്ചിട്ടുള്ള ചോദ്യമാണ്. കാരണം നമ്മൾ മറന്നു പോകും ഇത് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന്. ഇഫ് യു ആർ ഏബിൾ യു ക്യാൻ കമന്റ്. ഞാൻ അത് വെൽക്കം ചെയ്യുന്നു. Who advocated alienation effect, rejecting the tradition of അരിസ്റ്റോട്ടിലിയൻ തിയേറ്റർ. അരിസ്റ്റോട്ടിലിയൻ തിയേറ്ററിന്റെ ഒരു ട്രഡീഷനെ റിജക്ട് ചെയ്തുകൊണ്ട് ഏലിയനേഷൻ എഫക്റ്റ് കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. പ്രൊജക്റ്റ് ആണോ, ലൂക്കാസ് ആണോ, കാഫ്കയാണോ, ബെഞ്ചമിനാണോ? ഇതിൽ ആരല്ല എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളുടെ പേര് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരുടെ ചിലപ്പോൾ സംശയം വന്നേക്കാം. പക്ഷെ ഉത്തരം എന്ന് പറയുന്നത് ബെർട്ടോൾട്ട് ബ്രച്ചറ്റ് എന്ന് പറയുന്ന ജർമ്മൻ പ്ലേ റൈറ്റ് ആൻഡ് തിയേറ്റർ തിയറിസ്റ്റിനെ ആണ്. കാരണം അദ്ദേഹമാണ് വെർ ഫ്രം ഡങ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഈ സെയിം സാധനത്തിനെ പറ്റി പറയുന്നത്. ഓക്കെ, കാരണം ഈ ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഇമോഷനെ പറ്റി സംസാരിക്കുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അതിനെ മാറ്റി മറച്ചുകൊണ്ടാണ് അദ്ദേഹം ഏലിയനേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ? അഡോണ ആണോ, ഹോക്കൈമർ ആണോ, ലൂക്കാസ് ആണോ, മാർക്യൂസ് ആണോ? അതിൽ ഉത്തരം വരുന്നത് ജോർജ് ലൂക്കാസ് എന്ന് പറയുന്നതാണ്. കാരണം ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഇന്റലക്ച്വലിന്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് തിയറീസ്, അതുപോലെ എങ്ങനെയാണ് നമ്മളുടെ ഈ ലിറ്ററേച്ചറിൽ മാർക്സിസം അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് എന്ന് പഠിക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇന്റലക്ച്വൽ ഗ്രൂപ്പ് ആയിരുന്നുണ്ട് ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. അതിലൊരു മെമ്പർ ആയിരുന്നില്ല ആര്? ജോർജ് ലൂക്കാസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചോദ്യം കൂടെ അതിൽ കിട്ടും. ആരൊക്കെ ആയിരുന്നു അതിലെ മെമ്പർ എന്ന് പറയുന്നത്? അഡോണോ, ഓക്കൈമറും അതുപോലെ തന്നെ മാർക്യൂസും അതിലെ അംഗങ്ങളായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കൾച്ചറൽ മെറ്റീരിയലിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് റാഡക് ആണോ, റൈമണ്ട് വില്യംസ് ആണോ, പ്രജറ്റ് ആണോ, അല്ലെങ്കിൽ വാൾട്ടർ ബെഞ്ചമിൻ ആണോ? ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്? റൈമണ്ട് വില്യംസ് എന്ന് പറയുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു ഈ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് ബേസിക്കലി പറയുന്നത് നമ്മളെ മാർക്സിസ്റ്റ് അപ്രോച്ച് ആണ്. അതിനെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരാളാണ് ആര്? റൈമണ്ട് വില്യംസ് എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് ലിറ്റററി ക്രിട്ടിക്. അദ്ദേഹത്തിന്റെ നല്ല മികച്ച ഒരു ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫിലോസഫി ഓഫ് വെസ്റ്റേൺ വേൾഡ് എന്നാണ് അതിന്റെ ബുക്കിന്റെ പേര്. റൈറ്റ്. ഹു എമംഗ് ദ ഫോളോയിങ് ഡെൽറ്റ് വിത്ത് ദ 5 കോണ്ടെക്സ്റ്റ് ഓഫ് പോയട്രി? പോയട്രിയുടെ 5 കോണ്ടെക്സ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ ആരാണ്? അലൻ ഡേറ്റ് ആണോ, ജോൺ ക്രോ റാൻസം ആണോ, ക്ലിയാൻ ബ്രൂക്സ് ആണോ, ഐ.എ. റിച്ചാർഡ്സ് ആണോ? ഇതിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഐ.എ. റിച്ചാർഡ്സ് ആണ്. ഓക്കെ, അദ്ദേഹം നമ്മൾ നേരത്തെ സംസാരിച്ച ആൾ തന്നെയാണ്. ന്യൂ ക്രിറ്റിസിസവും അതുപോലെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസവും പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ 5 കോണ്ടെക്സ്റ്റ് ഓഫ് പോയട്രി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഐ.എ. റിച്ചാർഡ്സ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഹെറസി ഓഫ് പാരഫ്രൈസ് ഇസ് എ കൺസെപ്റ്റ് പ്രൊനൗൺസ്ഡ് ബൈ അല്ലെങ്കിൽ പ്രൊപ്പോണ്ടഡ് ബൈ ആരാണ്? ഐ.എ. റിച്ചാർഡ്സ് ആണോ, ക്ലിയാൻ ബ്രൂക്സ് ആണോ, അലൻ ടേറ്റ് ആണോ, എഫ്.ആർ. ലീവ്സ് ആണോ? ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ക്ലിയാൻ ബ്രൂക്സ് ആണ് ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഏത് ബുക്കിലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ദ വെൽ റോട്ട് ഏൺ എന്ന് പറയുന്ന 1947 ഇറങ്ങിയ ബുക്കിലാണ് ക്ലിയാൻ ബ്രൂക്സ് ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഉള്ളത്. What is the critical term for the crude summarizing of the contents of a literary work or a listing of its constituent parts? Okay, heresy of paraphrase ആണോ, defamiliarization ആണോ, achieved content ആണോ, effective content ആണോ? ഇതിലേതാണ്? അച്ചീവ്ഡ് കോണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഉത്തരമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ ക്രൂഡ് സമ്മറൈസിംഗ് ഓഫ് ലിറ്റററി വർക്ക്സ് content or simply listening to its constituent parts without capturing its deeper meaning, structure or artistic effect. അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാതെ അതിന്റെ പുറം മോടികളിൽ നിന്ന് അതിന് വായിക്കുന്നതാണ് എന്ത്?
ഈ ഒരു അച്ചീവ്ഡ് കോണ്ടന്റ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് അപ്പൊ നേരെ ഉള്ളിലേക്ക് പോയി വായിക്കുന്നതാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ദ ഗ്രേറ്റ് ട്രഡീഷൻ ഈസ് റിട്ടൺ ബൈ, ആരാണ് ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്? E.M. ഫോസ്റ്റർ ആണോ, T.S. എലിയറ്റ് ആണോ, I.R. റിച്ചാർഡ്സ് ആണോ, F.R. ലീവ്സ് ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി ഇത് എപ്പോഴെങ്കിലും വായിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഈ ഗ്രേറ്റ് ട്രഡീഷനിൽ പറഞ്ഞിട്ടുള്ള ഓതേഴ്സ് ആരൊക്കെയാണ് എന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കണം. 4 ഓതേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ F.R. ലീവ്സ് ആണ് ഈ ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ലിറ്റററി ക്രിട്ടിക് ആയിരുന്നു. ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്, ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള 1948 ഓക്കെ, ഇനി അദ്ദേഹം എന്താണ് ഈ ബുക്കിൽ ചർച്ച ചെയ്യുന്നത്? ജെയിൻ ഓസ്റ്റിൻ, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ് ആൻഡ് ജോസഫ് കോൺറാഡ് എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, നമ്മളുടെ ഇംഗ്ലീഷ് നോവലിസ്റ്റുകളായിട്ടുള്ള ഈ 4 റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ജെയിൻ ഓസ്റ്റിൻ ഉണ്ട്, ജോർജ് എലിയറ്റ് ഉണ്ട്, ഹെൻറി ജെയിംസ് ഉണ്ട്, ജോസഫ് കോൺറാഡ് ഉണ്ട്. ഈ 4 പേരുടെ വർക്കുകളെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യാണ്. ആര്? F.R. ലീവ്സ് ദ ഗ്രേറ്റ് ട്രഡീഷനിലൂടെ അദ്ദേഹം അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള എന്താ പറയുക ക്ലാസ്സുകളുമായിട്ടും, അത് ലിറ്റററി ക്രിട്ടിക് ആയാലും ക്രിറ്റിസിസം ആയാലും അല്ലെങ്കിൽ ഗ്രാമർ ടെൻസുകളായാലും നമ്മൾ ഇനി മുന്നിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും ഇനി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക, പാസ്സാവണം നമ്മൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.